Hi friends, welcome to Garam Masala, the magic spices of cooking. Meen mulagu curry or chili fish curry, North Kerala style. ഇന്ന് നമുക്ക് മീൻ മുളക് കറി ഉണ്ടാക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ: ഫിഷ് 500 ഗ്രാംസ്, ചെറിയ ഉള്ളി 10 മുതൽ 15 എണ്ണം വരെ, തക്കാളി ഒരെണ്ണം, പച്ചമുളക് 3 എണ്ണം, വെളുത്തുള്ളി 5 എണ്ണം, ഇഞ്ചി 1 ഇഞ്ച് പീസ്, കുടംപുളി 2 എണ്ണം, ഉലുവ 1/2 ടീസ്പൂൺ, കറിവേപ്പില, കാശ്മീരി ചില്ലി പൗഡർ 3 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1/2 മുതൽ 1 ടീസ്പൂൺ വരെ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, വെളിച്ചെണ്ണ, ഉപ്പ്. മീൻ കറി ആയതുകൊണ്ട് നമുക്കിന്ന് മൺചട്ടി ഉപയോഗിക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇവിടെ ഞാൻ ഏകദേശം 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളത്. ഇതിലോട്ട് ഉലുവ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കറിവേപ്പില കൂടെ ചേർക്കാം. ഇനി ഇതിലോട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഈ ചെറിയുള്ളിയാണ് ഈ കറിയുടെ ടേസ്റ്റ് നൽകുന്നത്. നമുക്കിത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് വഴന്നു വരുമ്പോൾ ഇതിലോട്ട് തക്കാളി ചേർക്കാം. തക്കാളി വഴന്നു വരുന്ന സമയം കൊണ്ട് നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇവ നന്നായി മിക്സ് ചെയ്യാം. ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒരു പേസ്റ്റ് പരുവത്തിലാക്കി മാറ്റാം. പൗഡറുകൾ ഡയറക്റ്റ് ആയും കറിയിലോട്ട് ചേർക്കാം, പക്ഷേ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഈ പൗഡറുകൾ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇത് ഏകദേശം 3 മുതൽ 5 മിനിറ്റ് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് കുടംപുളി ചേർക്കാം. ഞാനിവിടെ 2 പീസ് കുടംപുളിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കൂടുതൽ പുളി വേണ്ടവർക്ക് 3 മുതൽ 5 എണ്ണം വരെ ഉപയോഗിക്കാം. ഇനി നമുക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർക്കാം. ഇനി ഈ കറി ഒന്ന് തിളച്ചു വരട്ടെ. നമ്മുടെ കറി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വെച്ചിട്ടുള്ള മീനുകൾ ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇത് അടച്ചു വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ കറി തിളച്ചു വന്നിട്ടുണ്ട്. ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. തിളച്ചതിന് ശേഷം ഉപ്പ് ചേർക്കുകയാണെങ്കിൽ കറിയുടെ ടേസ്റ്റ് ഒന്നുകൂടെ കൂടും. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതിലോട്ട് ഇനി 2 ടീസ്പൂൺ വിനാഗിരി കൂടെ ചേർക്കാം. ഇത് ഓപ്ഷണലാണ്. വിനാഗിരി ചേർക്കുകയാണെങ്കിലും കറിയുടെ ടേസ്റ്റ് കൂടും. അതുപോലെ തന്നെ ഫിഷിന്റെ പീസുകൾ ഉടഞ്ഞു പോകാതിരിക്കാനും ഇത് സഹായിക്കും. ഇനി നമുക്ക് 5 മുതൽ 10 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഗ്രേവി നല്ല തിക്കായിട്ടുണ്ട്. എണ്ണയെല്ലാം മുകളിൽ സെപ്പറേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കാം. ഇത് ഓപ്ഷണലാണ്. അതിനുശേഷം അല്പം കറിവേപ്പില കൂടെ ചേർക്കാം.
നമുക്ക് ചെറുതായി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. വളരെ സൂക്ഷിച്ചിട്ട് വേണം ഇളക്കാൻ, കാരണം പീസുകൾ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ഫിഷ് മുളക് കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവ് ചെയ്യാം. ഇത് നമുക്ക് റൈസ്, ചപ്പാത്തി, പറാത്ത ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം. ഈ കറി ഇരിക്കും തോറും ടേസ്റ്റ് കൂടും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ്.